ചാലക്കുടി വ്യാജ ലഹരി മരുന്നു കേസിൽ മുഖ്യപ്രതി ലിവിയ ജോസ് കസ്റ്റഡിയിൽ. ദുബൈയിലേക്ക് രക്ഷപ്പെട്ട പ്രതി തിരികെ വീണ്ടും നാട്ടിലെത്താൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ചാണ് പിടിയിലായത്. ലിവിയെ തിരിച്ചറിഞ്ഞ് വിമാനത്താവള അധികൃതർ കേസിൽ അന്വേഷണം നടത്തുന്ന SIT ടീമിന് വിവരങ്ങൾ കൈമാറുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് മുംബൈയിലേക്ക് യാത്ര തിരിച്ചു. വിവാദമായ ചാലക്കുടി വ്യാജ ലഹരിമരുന്ന് കേസിലെ ഏറ്റവും സുപ്രധാനമായ പോലീസ് നടപടിയാണ് ലിവിയ ജോസിനെ കസ്റ്റഡിയിലെടുക്കാനായത്. ഷീല സണ്ണിയും മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരും ലിവിയയുടെ ഇടപെടലുകളെക്കുറിച്ച് സംശയമുന്നയിച്ചതോടെ യുവതി ദുബൈയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ മുഖ്യപ്രതി നാരായണദാസ് അറസ്റ്റിലാകാൻ വൈകിയതും മുൻപ് കേസിൽ നടന്ന അന്വേഷണങ്ങൾ ഫലപ്രദമല്ലാതിരുന്നതുമാണ് ലിവിയയ്ക്ക് അനുകൂലമായത്. സുപ്രീം കോടതി കൂടി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന MN നാരായണദാസിനെ ഏപ്രിൽ 28-നാണ് SIT സംഘം അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ ഇയാൾ സുഹൃത്തായ ലിവിയയ്ക്ക് കേസിലുള്ള പങ്ക് വെളിപ്പെടുത്തി. ഇതോടെ യുവതിയെ കേസിൽ പ്രതിചേർത്ത അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇവരെ പിടികൂടാൻ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കവേ ഇന്നാണ് ലിവിയ കസ്റ്റഡിയിലാകുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എയർപോർട്ട് അധികൃതർ SITയെ വിവരം അറിയിക്കുകയായിരുന്നു. ലിവിയ ജോസിന്റെ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്നും നിരപരാധിയായ താൻ 72 ദിവസം ജയിലിൽ കിടന്നതോടെ കുടുംബം തന്നെ ഇല്ലാതായെന്നും കേസിൽ ഇരയാക്കപ്പെട്ട ഷീല സണ്ണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ 72 ദിവസം ജയിലിൽ കിടന്നത്. അതെൻ്റെ ജീവിതം തന്നെ, എൻ്റെ കുടുംബം തന്നെ എനിക്ക് ഇല്ലാണ്ടായി. ഞാൻ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനം എനിക്ക് നഷ്ടപ്പെട്ടു. നീതി വൈകിയാണെങ്കിലും എനിക്ക് ഇപ്പോൾ ആളെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായി SIT സംഘം മുംബൈയിലേക്ക് തിരിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാളെ ലിവിയയെ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഗൂഢാലോചന നടത്തിയ രണ്ടാം പ്രതിയെ കൂടി പിടികൂടാനായത് കേസിൽ നിർണായകമാകുമെന്ന് SIT തലവൻ VK രാജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം, തൃശൂർ.